പ്രിയൻ, ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ലോകത്തിന് അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾക്കൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നായിട്ട് തന്നെ കാണേണ്ടതില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇറാനെ നമുക്ക് ഇപ്പോൾ സാധാരണ രാജ്യങ്ങളുടെ സ്വഭാവത്തിലേക്ക് പരിഗണിക്കാൻ കഴിയുന്ന രാജ്യമല്ല. അവർ എന്തും ചെയ്യുമെന്ന്. അതായത് നമ്മൾ കിം ജോങ് ഉന്നിനെ കാണുന്ന അതേ രീതിയിൽ, അല്ലെങ്കിൽ ഉത്തര കൊറിയയെ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇറാനെ കാണുന്നത്. എന്തും ചെയ്തു കളയും. അങ്ങനത്തെ ഒരു രാജ്യമാണ്. അവരുടെ കയ്യിൽ പണ്ടേ ഉള്ള ഒരു ഭയമായിരുന്നു ആണവായുധം എത്തുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുള്ളത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. കൺവെൻഷണൽ വാർഫെയർ ആണ് നടന്നുകൊണ്ടിരുന്നത്. പരമ്പരാഗതമായിട്ട് നടക്കുന്ന യുദ്ധമാണ് നടക്കുന്നത്. പക്ഷേ ആ യുദ്ധം രണ്ട് രാജ്യങ്ങളും ആണവശക്തിയായതിനു ശേഷമുള്ള കാലഘട്ടത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കും. അതായത് ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ, അത് സങ്കീർണമായാൽ, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ആണവ യുദ്ധത്തിലേക്ക് മാറാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിന് ഭീഷണിയാണ്. പക്ഷേ നമുക്ക് പാകിസ്ഥാനും ഇടയിലുള്ള ചില നയങ്ങളും കാര്യങ്ങളും കാരണം അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പ്രത്യക്ഷ യുദ്ധം പെട്ടെന്ന് ഉണ്ടാവണമെന്നൊന്നുമില്ല. കാരണം അതിന് വളരെ സാധ്യത കുറവാണ്. കാരണം പാകിസ്ഥാനുള്ള ഒരു ശേഷിയും ഇപ്പോഴത്തെ ഘട്ടത്തിലില്ല. പക്ഷേ അതുപോലെ അല്ല ഇറാനിലെയും പശ്ചിമേഷ്യയിലെ കാര്യം. പശ്ചിമേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട്, അതായത് ഉദാഹരണമായി പറയാന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1940കളുടെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു യൂറോപ്പിൽ ബാൽക്കൻ പെൻസിലയിൽ ഉണ്ടായിരുന്ന അവസ്ഥ, അതേ സംഘർഷാവസ്ഥയാണ് ഇന്ന് പശ്ചിമേഷ്യയിലുള്ളത്. പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും ഒന്നുകിൽ മറ്റൊരു വിമതശക്തിയുമായിട്ട്, ഇല്ലെങ്കിൽ മറ്റൊരു രാജ്യമായിട്ട് ഒരു സംഘർഷമുണ്ട്, ഇല്ലെങ്കിൽ സംഘർഷത്തിന്റെ വക്കിലാണ്. അത് എല്ലാ രാജ്യങ്ങളും. അപ്പോൾ അതില്ലാത്ത രാജ്യം എന്ന് പറയാനായിട്ട് വളരെ അപൂർവം രാജ്യങ്ങളെ പശ്ചിമേഷ്യയിലുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ ഇസ്രയേലും ഗസയുമായിട്ട് നിൽക്കുന്ന സംഘർഷങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇസ്രയേൽ സിറിയ പ്രശ്നം, ലെബനൻ പ്രശ്നം, ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ഇറാൻ വലിയ നിർണായക ശക്തിയാണ്. അവിടെ വലിയ സൈനിക ശേഷിയുള്ള രാജ്യമാണ്. അവർ ആണവശക്തി കൂടി ആയിക്കഴിഞ്ഞാൽ അത് ആ പ്രദേശത്തിലെ, ആ മേഖലയ്ക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. ഇനി പറഞ്ഞത് കറക്റ്റാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആണവ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. കാരണം ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യക്ക് മാത്രമല്ല, ഈ പറയുന്ന തെക്കൻ ഏഷ്യ വരെ, ഈസ്റ്റ് ഏഷ്യ വരെ ബാധിച്ചിരിക്കുമെന്ന് മാത്രമല്ല, അത് ഈ ബോംബിന്റെ അല്ലെങ്കിൽ ആണവായുധത്തിന്റെ എഫക്റ്റ് മാത്രമല്ല, ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ ഒരു വലിയൊരു ഡിസ്ട്രക്ഷൻ തന്നെ അത് ഉണ്ടാക്കാം. ലോകത്തിനെ നിലവിലുള്ള സാമ്പത്തിക ശേഷിയെ ബാധിക്കാം, നമ്മുടെ ഉൽപാദന ശേഷിയെ ബാധിക്കാം, ലോകത്തിനെ പട്ടിണിയിലേക്ക് തന്നെ തള്ളിവിടാൻ പോലും കെൽപ്പുണ്ടാകുന്ന രീതിയിലേക്കായിരിക്കും ആ യുദ്ധം എന്നാൽ മാറുക എന്നുള്ളതാണ്. മാരക വിപത്തുണ്ടാകും. ഇപ്പൊ തന്നെ ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് രണ്ട് ആണവായുധങ്ങളെ കൂടി താങ്ങാനുള്ള കരുത്ത് ഭൂമിക്കുണ്ടാകുമോ എന്നുള്ളത് പോലും സംശയമാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രയോഗിച്ച ബോംബുകൾ പോലെ അല്ല ഇന്നത്തെ ആണവ ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരകമാണ്. അതിനേക്കാൾ 10,000-ഉം 1,00,000 ഇരട്ടി വരെ പ്രത്യാഘാതം സൃഷ്ടിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ്. ഈ പലപ്പോഴും ഈ അമേരിക്കയുടെ നിലപാടുകൾ ഏത് തരത്തിലായിരിക്കും? അതാണ് ഇപ്പോൾ UN-ന്റെ കീഴിലാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA ഉള്ളത്. അതിന്റെ മേധാവിയുടെയായിട്ടുള്ള ഗ്രോസി ഇറാനിലേക്ക് പോകാനിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക മുൻപേ തന്നെ UN ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ജാഗ്രതയായിരിക്കണം, ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾക്കുള്ള എല്ലാ കോപ്പുകൂട്ടലും ഉണ്ട്, അതിന് തയ്യാറെടുക്കുകയാണ് അവര്. ഇറാഖും ഇതേ ഒരു ശ്രമം മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ ഇതേ രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അമേരിക്ക പറയുമ്പോഴേ അതിന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തിട്ടും UN പല ഘട്ടങ്ങളിലും ഒരു മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം ഇറാനുമായിട്ട് മറ്റ് പല രാജ്യങ്ങൾക്കുള്ള ബന്ധം, ഇപ്പോൾ റഷ്യക്കായാലും ശരി തന്നെ ഇറാനുമായിട്ട് ബന്ധമുണ്ട്, സിറിയയും റഷ്യയും തമ്മിലുള്ള ഒരു അടുപ്പം, ഇത്തരത്തിലൊക്കെയുള്ള ബന്ധങ്ങൾ കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട് പലപ്പോഴും അമേരിക്കയ്ക്ക് ഒരു പരിധിക്കപ്പുറം ഇടപെടാൻ കഴിയില്ല. ആ ഇടപെടലുകളുടെ കുറവ് കൂടി ഇത്തരം ആണവശക്തിയായി മാറുന്ന ഇറാനെ പോലുള്ള രാജ്യങ്ങളുടെ നിയന്ത്രിക്കുന്നതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് UN ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട്. UN ഒരു രാജ്യത്തിനകത്ത് കയറി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള അത്രയ്ക്കുള്ള ഒരു ലോക ഗവൺമെന്റിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു ലോകത്തിലെ രാജ്യങ്ങളുടെ കളക്റ്റീവിന് അത്തരത്തിലുള്ള ഒരു ശേഷി ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഈ ആണവശക്തി അതിന്റെ എല്ലാ ഘടകങ്ങളുമായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ഒരു ബോംബ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ ഘടകങ്ങളും അവർക്കായിട്ടുണ്ട് എന്നുള്ള വലിയ ആണവ
ഫാക്ടറികളാണ്, ഭൂഗർഭ ഫാക്ടറികൾ പോലും അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. കാരണം ഇവർ ഏത് നിമിഷവും, കാരണം 2000 റോക്കറ്റുകളൊക്കെയാണ് ഒരേ സമയം ഇസ്രയേലിലേക്ക് ഒരു തൊടുത്തു വിടുന്നത്. അത്രയും വലിയ ആക്രമണങ്ങൾ നടത്തുന്ന രാജ്യമാണ്. അപ്പോൾ ഇത് ഒരു ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പ്രയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത മറ്റാർക്ക് നേരെയുമല്ല, ഇസ്രായേലിന് നേരെ. നമുക്കൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കഴിഞ്ഞ തൊട്ടപ്പുറം കിടക്കുന്ന രാജ്യമാണ് ഇറാൻ. അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്രായേലുമായിട്ട് ഒരു വ്യാപക യുദ്ധത്തിലേക്ക്, ഒരു നേർയുദ്ധത്തിലേക്ക് ഇറാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ പിന്തുണയ്ക്കേണ്ടി വരും. ഇന്ത്യ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്ക എന്തായാലും പ്രത്യക്ഷത്തിലായാലും പരോക്ഷമായാലും നിരന്തരം ഇസ്രായേലിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ഒരു പടി കൂടെ കടന്ന് ഒരു ഡയറക്റ്റ് ആക്ഷനിലേക്ക് അമേരിക്കയും കൂടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇന്ത്യ ഒരു നിലപാടെടുത്ത് പറഞ്ഞാലും ശരി തന്നെ സൈനികമായ സഹായങ്ങളെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതെപ്പോഴും പലപ്പോഴും അഭ്യർത്ഥിക്കാറുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടന്നപ്പോൾ, ഇറാഖിൽ ആക്രമണം നടത്തിയപ്പോഴെല്ലാം അവരുടെ സൈനിക വിമാനങ്ങൾക്കുള്ള ഇന്ധനം നിറയ്ക്കുന്നത് പലപ്പോഴും ഇന്ത്യയിൽ നിന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ സഹായിക്കുക, കാരണം ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് വ്യാപകമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കാരണം സ്വാഭാവികമായി അമേരിക്ക ഇറാനെ അടിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ റഷ്യ ഇടപെടും. റഷ്യ ഇടപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചൈന അതിനെ പിന്തുണയ്ക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അമേരിക്ക പറയും ചൈനയെ ഒന്ന് എൻഗേജ് ചെയ്യിക്കാൻ ഇന്ത്യയോട് പറയും. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഒരു വ്യാപക സംഘർഷത്തിലേക്ക് പോകും. അതിനിടയ്ക്ക് ഈ ആണവായുധങ്ങൾ കൂടെ പ്രയോഗിച്ചാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ ആണവശക്തിയാണ്, ചൈന ആണവശക്തിയാണ്, പാകിസ്ഥാൻ ആണവശക്തിയാണ്, ഇറാൻ ആണവശക്തി ആകുന്നു. അപ്പോ സംഘർഷങ്ങൾക്ക് അയവ് വരിക എന്ന് പറയുന്ന നിരായുധീകരണം പോലെയുള്ള വലിയ പദ്ധതികൾ ലോകത്തെ രാജ്യങ്ങൾ നടപ്പിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പുരോഗമിക്കുമ്പോൾ നിരായുധീകരണം അല്ല, പകരം ആയുധങ്ങളുടെ കോപ്പുകൂട്ടലാണ് നടക്കുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രീകരണം കൂടുതൽ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളും പരീക്ഷണങ്ങളും ഒക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നു. അതല്ല, പാകിസ്ഥാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇറാൻ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ. പാകിസ്ഥാന്റെ നിലപാടുകൾ, പാകിസ്ഥാൻ എപ്പോഴും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പോഴും അവർ ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇത്തരം ഏത് നിലപാടിനോട് യോജിച്ച് നിൽക്കാനായിരിക്കും സാധ്യത? സ്വാഭാവികമായിട്ടും ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. അതിന്റെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും പാകിസ്ഥാൻ ഒരു സുന്നി രാജ്യവും ഇറാൻ ഒരു ഷിയ രാജ്യവുമാണ്. ഇത് തമ്മിൽ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങളും അത് തന്നെയാണ്. ഈ പാകിസ്ഥാനിലെ ഈ ബലൂചിസ്ഥാനിലൊക്കെയുള്ള ഷിയകളുമായിട്ട് പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബലൂചിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇറാനിലേക്ക് കയറുന്നത്, ഇതൊക്കെ ഇറാന് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പലപ്പോഴും ഈ പറയുന്ന പ്രത്യേകിച്ച് അവരുടെ ഭീകരവാദങ്ങളുടെ ഹൈഡൌട്ടുകളായിട്ട് ഇറാന്റെ പല ഭാഗങ്ങളെ ഉപയോഗിക്കാനും കൂടെ തുടങ്ങുമ്പോൾ ഇറാൻ ആശങ്കയുണ്ടാവും. പക്ഷേ ഇറാൻ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്ന ഒരു രാജ്യവും കൂടിയാണ്. ഈ പറയുന്ന ഭീകരവാദികൾക്ക് ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. എപ്രകാരം സൗദി സുന്നികൾക്ക് വേണ്ടി, ലോക സുന്നികൾക്ക് വേണ്ടിയിട്ട് ഭീകരവാദത്തിന് പണം പമ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഷിയകൾക്ക് വേണ്ടിയിട്ടായിട്ട് ലോകത്തിലെമ്പാടും വലിയ മണി പമ്പിങ് നടത്തുന്ന ഒരു രാജ്യവും കൂടെയാണത്. ഈ ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ഹമാസിനെതിരെ പലസ്തീൻ ജനത തന്നെ മുദ്രാവാക്യം വിളിക്കുകയും തെരുവിലിറങ്ങുകയും നിങ്ങൾ ഇവിടുന്ന് പോകണം, ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നൊരു ഒരു വെടിനിർത്തൽ കഴിഞ്ഞ് എല്ലാം സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണ് വീണ്ടും യുദ്ധത്തിലേക്ക് പോകുന്നത്. ഇന്നലെയും ഗാസയിൽ യുദ്ധം ഉണ്ടായിരിക്കുന്നു, ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഗാസയിലെ ആക്രമണത്തിൽ 22 പേര് മരിച്ചിരിക്കുന്നു. ഒരു ഹോസ്പിറ്റലിൽ അടക്കം ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിന് കാരണം എന്താ? ഈ ആശുപത്രികളടക്കം ഹൈഡൌട്ട് ആക്കിക്കൊണ്ടാണ് ഹമാസ് ആക്രമണം നടത്തുന്നത്. മേഖല സംഘർഷം കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. അതേ സാഹചര്യത്തിൽ സിറിയ പുതിയ ഭരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതേ സാഹചര്യത്തിൽ ഇറാൻ ഒരു ആണവ ശക്തി കൂടിയാകുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും.